തൈകൾ ഇവിടുന്ന്. നമസ്തേ ഫ്രം മോദക്. വെൽക്കം ഡേ 4 ഓഫ് പ്രൊജക്ട് അഗ്രി. തൈകൾ വേണോ സീഡ്സ് വേണോ നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് ഞാൻ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം രണ്ടിലും അതിൻ്റെതായ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. അതായത് സീഡ്സ് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും എക്കണോമിക്കൽ ഫ്രണ്ട്ലി. തൈ വാങ്ങുന്ന പൈസയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഒരു പാക്ക് സീഡ്സ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടും. ബട്ട് ഈ കിട്ടുന്ന സീഡ്സിന്റെ ഹെൽത്ത്, അതിന്റെ സക്സസ് റേറ്റ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. പിന്നെ കൂടുതൽ ടൈം ആവശ്യമാണ്. ഇനിയിപ്പോൾ തൈയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ്, ക്ലൈമറ്റ് ഒക്കെ ഒരു ഫാക്ടറാണ്. തൈ എവിടെ നിന്നാണോ വളരുന്നത് അവിടെ നിന്ന് ഇതിനെ എടുത്ത് നമ്മുടെ പ്ലേസിൽ കൊണ്ടുവയ്ക്കുമ്പോഴുണ്ടാകുന്ന പല ഇഷ്യൂസും ഉണ്ട്. ഇതൊരു ട്രയൽ റൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തൈ ചൂസ് ചെയ്തത്. ലാർജ് പ്ലാന്റേഷൻ എപ്പോഴും ബെറ്റർ സീഡ്സ് തന്നെയാണ്. ഇനി തൈ എവിടെ നിന്നാണോ തൈകൾ വാങ്ങുന്നതിനെ കുറിച്ച് സെർച്ച് ചെയ്ത ശേഷം എനിക്ക് തോന്നി തൊട്ടടുത്ത് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങാം. കാരണം പ്ലാന്റ്സിന് എൻ്റെ ഫാമിലെ ലോക്കൽ എൻവയോൺമെന്റിലായിട്ടുള്ള അഡാപ്റ്റേഷൻ ബെറ്റർ ആവാൻ ഇത് സഹായിക്കും. അങ്ങനെ തൊട്ടടുത്തുള്ള കൃഷിഭവനായി ഞാൻ കോൺടാക്ട് ചെയ്തു. എനിക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഉണ്ടോ എന്ന് ഞാൻ എൻക്വയറി ചെയ്തു. നാളെ ചെന്ന് തൈകൾ പിക്ക് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടക്കൂട്ടമുള്ള മോദക് എന്ന എൻ്റെ പ്യൂർ വെജ് ഫുഡിൻ ബ്രാൻഡിന്റെ ആവശ്യമായ 100% ഓർഗാനിക് വെജിറ്റബിൾസ് ഓൺ പ്രൊഡക്ഷൻ നടത്താനുള്ള ശ്രമമാണ്. ബാക്കി നാളെ.